നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ വരുന്ന വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത്. വാർത്തയിലേക്ക് ആദ്യം തന്നെ നമുക്ക് പി ദിവ്യയുടെ ഒരു FB പോസ്റ്റ് വായിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാലറിയും. യൂത്ത് കോൺഗ്രസ് സൈബർ പോരാളി 14 ദിവസത്തേക്ക് ജയിൽ കാണാൻ പോയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചതിന് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എടുത്ത കേസാണ്. ഇരിക്കൂർ സ്വദേശി TK ആസിഫിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച കണ്ണൂർ ക്രൈംബ്രാഞ്ചിന് നന്ദി. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, എന്നാൽ എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ട സ്ത്രീകളെ അസഭ്യം പറഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന ബാലപാഠം പഠിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മറക്കരുത് എന്നാണ് പി ദിവ്യ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒപ്പം ആസിഫിന്റെ ചിത്രവും അതിൽ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്ന ഒരു പോലീസും അതുപോലെ തന്നെ ഒരു സർക്കാരുമാണ് നമ്മുടെ ഇന്ന് കേരളത്തിലുള്ളത് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതിന്റെ പേരിൽ ഒരു കേസ് കൊടുക്കുന്നു. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ആസിഫ് എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വലിയൊരു വാർത്തയല്ലേ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത്? എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് അത്ര വലിയ വാർത്തയല്ല. നമ്മുടെ മാധ്യമങ്ങൾ അത് വേണ്ടത്ര പ്രാധാന്യത്തോടെ കൊടുക്കുകയുമില്ല. ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മാധ്യമം ആസിഫിനെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്തിച്ചർച്ച നടത്തി നമ്മൾ ആരെങ്കിലും കണ്ടോ? കാണാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. അതുകൊണ്ട് വാർത്തയുമില്ല, അന്തിച്ചർച്ചയുമില്ല, ഞങ്ങൾ മിണുങ്ങസ്യ എന്ന് പറഞ്ഞ് നിൽക്കും എന്ന നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണ് പി ദിവ്യക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. പി ദിവ്യ നടത്തിയിട്ടുള്ള ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടിട്ടാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്നും നവീൻ ബാബുവിനെ കൊന്നത് പി ദിവ്യയാണ് എന്നൊക്കെ മാധ്യമങ്ങൾ ചാപ്പ കുത്തിക്കൊണ്ട് ആ സ്ത്രീക്കെതിരെ എത്തരത്തിലുള്ള കടന്നാക്രമണവും എത്തരത്തിലുള്ള ആക്രമണവുമാണ് മാധ്യമങ്ങൾ അടക്കം നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ഇടതുപക്ഷക്കാരിയാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്ന ഒരൊറ്റ പേരിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മുഴുവൻ നേരിടേണ്ടി വന്നത്. വലിയ തോതിൽ, അതായത് നവീൻ ബാബു എന്തോ വന്ന് പറഞ്ഞു മാധ്യമങ്ങളുടെ അടുത്ത് എന്ന മട്ടിലാണ്, അതായത് എന്റെ മരണത്തിന് കാരണം അത് പി ദിവ്യയാണ് എന്ന മട്ടിൽ വന്ന് പറഞ്ഞു എന്ന രീതിയിലാണ് മാധ്യമങ്ങളൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്നും നമ്മുടെ പി ദിവ്യ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് പോലും വലിയ അത്ഭുതമാണ്. കാരണം അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് അവർക്കെതിരെ നടത്തിക്കൊണ്ടിരുന്നത്, അവരുടെ കുടുംബത്തിനെതിരെ, അവരുടെ മക്കൾക്കെതിരെ എന്ന് വേണ്ട ഏതൊക്കെ രീതിയിൽ ആ സ്ത്രീയെ കൊല്ലാൻ കഴിയും ആ രീതിയിലൊക്കെ നോക്കി. പക്ഷേ ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, വ്യക്തമായിട്ടുള്ള തന്റെ നിലപാടുകളും സ്റ്റാൻഡുകളും രേഖപ്പെടുത്തിക്കൊണ്ട് തലയുയർത്തി പിടിച്ചുകൊണ്ട് ഇത്തരം സൈബർ നിലയിൽ തന്നെ ആക്രമണം നടത്തി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തിയവർക്കെതിരെ വലിയ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്തിട്ടുള്ള മാധ്യമങ്ങൾക്കെതിരെയും പി ദിവ്യ പല നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? പല മാധ്യമങ്ങളും ഒരുപക്ഷെ അതൊന്നും പ്രാധാന്യത്തോടെ കൊടുത്തിട്ടേ ഉണ്ടാകില്ല. സുപ്രീം കോടതി പറഞ്ഞത് ഒരു പരാമർശം എങ്ങനെയാണ് ഒരു ആത്മഹത്യക്ക് കാരണമാവുക എന്ന് വിശ്വസിക്കുക എന്നാണ് ചോദിച്ചത്. അങ്ങനെ എങ്ങനെയാണ് കരുതാൻ കഴിയുക എന്നാണ് ചോദിച്ചത്. എല്ലാ വിഷയത്തിലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കഴിയുകയില്ല എന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഹർജി തള്ളിയത്. മരണം ദൗർഭാഗ്യകരമാണ്, നിർഭാഗ്യകരമാണ് എന്നൊക്കെ കോടതി പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഒരു മാധ്യമവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സുപ്രീം കോടതിയുടെ ഈ ഒരു ഞാനിപ്പോ പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു കാര്യം എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞു പ്രതിപാദിച്ച് നമ്മൾ കേട്ടോ? ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ പി ദിവ്യയോട് ഇവർക്ക് മാപ്പ് പറയേണ്ടി വരില്ലേ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവർ പറയുകയില്ല. പി ദിവ്യ എന്ന് പറയുന്ന കണ്ണൂരിലെ കരുത്തിയായിട്ടുള്ള ഒരു നേതാവാണ്. ആ നേതാവ് നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നാട്ടുകാരുടെ ഒരു എന്താ പറയാ, ഒരു പൊന്നോമന പുത്രി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ആളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ കുറെ നാളായി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യ നടക്കുന്നത്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പി ദിവ്യനെയും ചേർത്ത് വെച്ചുകൊണ്ട് അവർ വലിയ തോതിൽ പി ദിവ്യയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തി. പക്ഷേ അതൊക്കെ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടക്ക സമയത്ത് പി ദിവ്യക്കെതിരെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണവും മാധ്യമ വേട്ടയും ഒക്കെ നടത്തിയപ്പോൾ തന്നെ നമ്മുടെ ചാനലിലൂടെ ഞാൻ തന്നെ പറഞ്ഞതാണ്, ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നാളെ ഈ ആക്രമണങ്ങൾ നടത്തിയവരൊക്കെ അടിയെണ്ണേണ്ടി വരുമെന്നും ഒപ്പം അതുപോലെ തന്നെ നിങ്ങൾ മാപ്പ് പറയേണ്ടി വരുമെന്നും
ഞാൻ പറഞ്ഞതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞത് തന്നെയാണ് എനിക്കും ഇവിടെയും പറയാനുള്ളത്. ഒരു പരാമർശം എങ്ങനെയാണ് ഒരാളുടെ ആത്മഹത്യയിലേക്ക് നയിക്കുക, അതും നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ കുടുംബത്തെ വരെ തെറ്റിദ്ധരിപ്പിച്ചു. പി ദിവ്യയാണ് ഈ മരണത്തിന് ഉത്തരവാദി എന്ന ആ കുടുംബത്തെ പോലും തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല ആളുകളും ഒക്കെ പല രീതിയിലുള്ള അസഭ്യ വർഷവുമായി ആ സമയത്ത് രംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലെ? എന്തിന്റെ പേരിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കുറ്റക്കാരിയാണ് എന്ന് ഏതെങ്കിലും കോടതി വിധി പ്രഖ്യാപിച്ചോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തിയോ പി ദിവ്യയാണ് ആത്മഹത്യക്ക് കാരണം എന്ന് ഉറപ്പിക്കാവുന്ന എന്തെങ്കിലും തെളിവ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായോ? ഇല്ലല്ലോ. അതൊന്നും നിലനിൽക്കില്ലാത്ത രീതിയിലുള്ള പല സംഭവങ്ങളുമാണല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. CBIക്ക് ഈ കേസ് കൈമാറണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ സുപ്രീം കോടതി അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടല്ലോ. അപ്പോ സത്യത്തിൽ പി ദിവ്യയെ ഇല്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു ആ മാധ്യമ വാർത്ത കൊണ്ട് ഇവരൊക്കെ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാരും BJPക്കാരും ഒക്കെ നല്ല രീതിയിൽ തന്നെ പി ദിവ്യക്കെതിരെ അതിശക്തമായിട്ടുള്ള സൈബർ പോരാട്ടം നടത്തി. പക്ഷേ എന്നിട്ടും അതിനു മുമ്പിലൊന്നും പി ദിവ്യ തോറ്റുകൊടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അന്തിച്ചർച്ച നടത്തേണ്ടതുണ്ടല്ലോ. അന്തിച്ചർച്ച എന്തുകൊണ്ടാണ് നടത്താത്തത്? അന്തിച്ചർച്ച നടത്തുമ്പോൾ പൊതുവെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ചോദിക്കും, നിങ്ങൾ അന്ന് പി ദിവ്യയെ വേട്ടയാടിയില്ലേ, എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന്. മാധ്യമങ്ങൾക്ക് ഉത്തരവുണ്ടാകില്ല. ഞാനിപ്പോ പറഞ്ഞ സുപ്രീം കോടതി പുറപ്പെടുവിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഇടതു പ്രതിനിധി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവർക്ക് മിക്കവാറും സംസാരിക്കാനായിട്ട് സ്കോപ്പ് ഉണ്ടാകില്ല. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതിപ്പോ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് എന്തോരം യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അവരെ മാത്രം ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് മാത്രം ഇത്തരത്തിലുള്ള ഈ വിക്രിയകൾ ചെയ്യാനായിട്ട് തോന്നുന്നത്? എന്തുകൊണ്ടാണ് അവരെ നിലക്കി നിർത്താൻ യൂത്ത് കോൺഗ്രസിന് കഴിയാതെ പോകുന്നത്? ഏത് അവസ്ഥയിലാണ്, നിലവിൽ ഏതൊരു മാനസികാവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാൻ തോന്നുന്നത്? ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതൊക്കെ പരിശോധിക്കപ്പെടണമെങ്കിൽ ഈ നേതൃത്വത്തെ, ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ആ നേതൃത്വത്തെ സത്യത്തിൽ ഒന്ന് നമ്മൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലും ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ടോ താക്കീത് കൊടുത്തുകൊണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം ഒക്കെ രംഗത്തേക്ക് ഒന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് കടന്നാക്രമിച്ചോ എന്ന മട്ടിൽ തുടക്കം ഒന്ന് കുറിച്ചു വെക്കും. പിന്നീട് ഇത്തരം സൈബർ വെട്ടുക്കിളികൾ, ചില സംസ്കാരശൂന്യരായിട്ടുള്ള ചില ആളുകൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, കടന്നാക്രമണങ്ങൾ നടത്തും. അല്ലെങ്കിലും ഈ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് യൂത്ത് കോൺഗ്രസിനെ പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള, വനിതാ നേതാവായിട്ടുള്ള ആളുകളുടെ ഒക്കെ FB പേജുകളിൽ കാണാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ ഭാര്യയുടെ FB പേജിനടിയിലൊക്കെ വന്ന് അസഭ്യം പറയുന്നതായിട്ട് നമുക്ക് കാണാം. എന്തെങ്കിലും മാന്യമായിട്ടുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തി എപ്പോഴെങ്കിലും ഇവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു രാഷ്ട്രീയ മര്യാദ പോലും ഇവർക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ചർച്ച നടത്തേണ്ടതുണ്ട്. DYFIനെയും SFIനെയും ഒക്കെ കണ്ടുപിടിക്കണമെന്ന് PJ കുര്യൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് അവര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മാതൃകാപരമായിട്ടുള്ള എത്ര കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ട് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട് യൂത്ത് കോൺഗ്രസ് എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു യുവജന സംഘടന തീർത്തും ഒരു വളരെ മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആസിഫിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആസിഫിന്റെ ചിത്രം അടക്കം മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ മടിയാണ്. അതുപോലെ തന്നെ ആസിഫ് എന്ന് പറയുന്ന പേര് പറയാൻ മടിയാണ്. മൂപ്പരെ ഈ പറയുന്ന പോലെ അകത്തിട്ടു എന്ന് പറയാൻ വേണ്ടി മടിയാണ്. എന്തിനാണ് ഈ മടി കാണിക്കുന്നത്? ആ മടിയിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ, നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒരു വലതുപക്ഷ വിധേയരായിട്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയല്ലേ. എന്നാൽ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു വാർത്ത കൊടുക്കണമെങ്കിൽ അവർക്ക് തെളിവ് വേണ്ട, യാതൊരു രീതിയിലുള്ള സംഭവങ്ങളൊന്നും വേണ്ട. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ മതി. അതിലൊരു തെളിവില്ലെങ്കിലും വാർത്ത കൊടുക്കും. അങ്ങനെ ആണല്ലോ പി ദിവ്യയെ കടന്നാക്രമിച്ചത്. എന്തായാലും ഈ വാർത്ത വളരെ പ്രാധാന്യത്തോട് കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മാധ്യമങ്ങളൊക്കെ മുക്കുന്ന എല്ലാ വാർത്തകളും നമ്മൾ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടേയിരിക്കും കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.